എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് BS6 മുൻപിറങ്ങിയ BS4 പോലുള്ള വാഹനങ്ങളിൽ പൊല്യൂഷൻ ഫെയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളും ആണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായ എയർ ഫിൽറ്റർ തന്നെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. വണ്ടി പൾസറാണ്, പൊല്യൂഷൻ ഫെയിലായി വന്ന വണ്ടിയാണ്. നമ്മളിതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ആദ്യമായി ഊരി നോക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മളിത് എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു ഭാഗം അഴിച്ചെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ സ്റ്റാർ സ്ക്രൂ ഒക്കെ ഊരിയെടുക്കണം. അത് സ്റ്റാറിൻ്റെ സ്ക്രൂ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. മൊത്തം ദ്രവിച്ച് പൊടിഞ്ഞു പോയിട്ടൊക്കെയാണുള്ളത്. ഇതുപോലെയാണുള്ളത്. പൊടിയായിട്ടാണ് ഇതിൻ്റെ സ്പോഞ്ച് ഫിൽറ്റർ കിടക്കുന്നത്. ഇത് പൊടിഞ്ഞിട്ട് എന്തായാലും കാർബറേറ്ററിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇതിൻ്റെ പൊടി കിടക്കുന്നുണ്ട്, സ്പോഞ്ചിൻ്റെ പൊടി. ഈ സൈഡിലുള്ള ഈ ഒരു വലിയ നെറ്റുണ്ട് കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് എയർ വലിച്ചെടുക്കുന്ന ഭാഗത്ത്. ആ നെറ്റുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വലിയ പീസുകളൊക്കെ കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകാതിരുന്നത്. ഈ കാണുന്ന ഇരുമ്പിൻ്റെ നെറ്റ് നമുക്ക് ഈ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടതായുണ്ട്. ഈ നെറ്റും ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് പുതിയ ഫിൽറ്റർ ഇടാം. ഭൂരിഭാഗം കേസുകളിലും എയർ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് എയർ ഫിൽറ്റർ ഒന്നെങ്കിൽ ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞു പോവുക, അങ്ങനെയുള്ള കംപ്ലൈൻറ്റാണ് മെയിനായിട്ട് ഇതിന് പൊല്യൂഷൻ ഫെയിലാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി വരുന്നത്. പിന്നെ ഓയിലിൻ്റെ അവസ്ഥ, പ്ലഗുകളുടെ അവസ്ഥ, കാർബറേറ്റർ ട്യൂണിങ്, ഇതൊക്കെയാണ് പൊല്യൂഷൻ ഫെയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ആ നെറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ എയർ ഫിൽറ്റർ നമ്മൾ അതിനകത്തേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് പുതിയ എയർ ഫിൽറ്റർ, സ്പോഞ്ച് ഫോം ഫിൽറ്ററാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ഓയിൽ ഉറ്റിച്ച് കൊടുക്കണം. സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തും കുറച്ച് ഫ്രഷ് ഓയിൽ ഉറ്റിച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ മറ്റോ ഇട്ടൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടതായുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്തു. അതിനുശേഷം ഈ ഫൈബറിൻ്റെ ഭാഗം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ടാണ് നമ്മൾ ഫിൽറ്റർ ബോക്സിനുള്ളിലേക്ക് വെക്കുന്നത്. സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ അത് മടങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഫൈബറിൻ്റെ ഭാഗം കൂടി നിർബന്ധമായും ഇടുക. ഈ വൈറ്റ് ഭാഗമാണ് കാർബറേറ്റർ സൈഡിലേക്ക് വരുന്നത്. ഈ മഞ്ഞ ഭാഗം എയർ ഫിൽറ്ററിൽ നിന്നും എയർ വലിച്ചെടുക്കുന്ന ഭാഗത്തേക്കും വരും. ഈ കട്ടിങ്ങുള്ള ഭാഗം അടിയിലേക്കായിട്ടും വരും. എയർ ഫിൽറ്റർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ കവർ കൂടി നമ്മൾ ഇട്ടു. കവറിടാൻ പോകുന്നു. ഈ കട്ടിങ്ങുള്ള ഭാഗം അടിയിലേക്കാക്കി ആ കവർ കൂടി ഇട്ടു. ഇനി നമുക്കിതിൻ്റെ പ്ലഗും ഓയിലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്രയും പൊടി ആയ സ്ഥിതിക്ക് എന്തായാലും കാർബറേറ്ററിനകത്ത് ഈ പൊടി കയറിയിട്ടുണ്ടാകും. അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നന്നായി ഒന്ന് ട്യൂൺ ചെയ്തെടുക്കണം. പൾസറിന് 2 പ്ലഗുകളാണ് വരുന്നത്. ടിൻ സ്പാർക്ക് ഇഗ്നിഷനാണ് വരുന്നത്. ഇടത് സൈഡിൽ ഒരു പ്ലഗ് വരും, വലത് സൈഡിൽ ഒരു പ്ലഗ് വരും. നമ്മളൊന്ന് പ്ലഗ് ഊരി അതിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ പോയിൻറ്റും ഗ്യാപ്പും, പിന്നെ കരി കയറിയിട്ട് ഉള്ളതാണെങ്കിൽ അത് മാറണം. ഒരുപാട് പഴക്കമുള്ള പ്ലഗൊക്കെ ആണെങ്കിൽ നമുക്ക് മാറി പുതിയത് വെക്കാം. അതുപോലെ നമുക്ക് പ്ലഗ് അഡാപ്റ്ററിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പ്ലഗ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ക്ലാവൊന്നും കയറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കറണ്ട് ലീക്കേജ് അതൊന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലഗ് ഊരി എടുത്തിട്ടുണ്ട്. പ്ലഗ് ഗ്യാപ്പൊക്കെ ഒരുപാട് അധികമാണ്. നല്ല രീതിയിൽ തന്നെ കാർബൺ കയറിയിട്ടുണ്ട്.
ഇതൊക്കെ മാറ്റി നമുക്ക് പുതിയ പ്ലഗ് ഉപയോഗിക്കാം. പുതിയ പ്ലഗ് ഇടുന്നതിന് മുമ്പായി നമ്മൾ അഡാപ്റ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ക്ലാവൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ചു. ഇനി നമുക്ക് വലതുഭാഗത്തെ പ്ലഗ് ഒന്ന് ഊരി നോക്കാം. ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ ഉള്ളിൽ ക്ലാവുണ്ട്, തുരുമ്പുണ്ട്. ഇത് അഡാപ്റ്റർ ഉരുകിയിട്ട് ലീക്കുണ്ട്. കറണ്ട് ലീക്കായിട്ട് ഈ അഡാപ്റ്റർ ഉരുകിയിട്ടുണ്ട്. ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ മിസ്സിങ് ഒരിക്കലും മാറില്ല. വെള്ളം തട്ടുമ്പോൾ നല്ല മിസ്സിങ് ഉണ്ടാവും. വെള്ളം തട്ടിയില്ലെങ്കിലും ഈ കറണ്ട് എൻജിൻ്റെ ബോഡിയായിട്ട് എർത്തായി ലീക്കായി പോവും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സിങ്ങും പുള്ളിങ് ലെസ്സും മൈലേജ് ഷോട്ടും ഒക്കെ എല്ലാം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു അഡാപ്റ്റർ കൂടി ഇതിന് മാറ്റി പുതിയത് ഇടേണ്ടതായുണ്ട്. പ്ലഗും കൂടി ഒന്ന് ഊരി നോക്കാം. അഡാപ്റ്റർ എന്തായാലും മാറ്റിയിടണം. വലത് സൈഡിലെ പ്ലഗ് കൂടി ഒന്ന് ഊരി നോക്കുകയാണ്. പ്ലഗ് ഊരിയെടുത്തു. ഇതും അത്യാവശ്യം കരിയൊക്കെ കയറിയിട്ടുണ്ട്, ഗ്യാപ്പൊക്കെ കൂടുതലാണ്. അതും നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ആ 2 പ്ലഗ് നമ്മൾ മാറ്റി പുതിയതിട്ടു. അതിനുശേഷം നമ്മൾ ഈ പ്ലഗിൻ്റെ അഡാപ്റ്റർ കൂടി ഒന്ന് വലത് സൈഡിലെ ലീക്കായിപ്പോയ അഡാപ്റ്റർ അതും ഒന്ന് നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഘട്ടമായിട്ട് അതിൻ്റെ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഈ 2 ബോൾട്ടും ആദ്യം ഊരിയെടുക്കണം. കാർബറേറ്റർ എൻജിൻ്റെ ഹെഡ് ഭാഗത്ത് ഉറപ്പിച്ച് ആ 2 ബോൾട്ട് ഊരിയെടുക്കണം. അതിനുശേഷം പുറകിലുള്ള ഹോസ് ക്ലാമ്പ് അതും ഊരിയെടുക്കണം. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഉറപ്പിച്ചിരിക്കുന്ന കേബിൾ കൂടി ഒന്ന് ഊരിയെടുക്കണം. പെട്രോൾ ഓഫ് ചെയ്തതിന് ശേഷം പെട്രോൾ പൈപ്പും ഊരിയെടുക്കണം. ത്രോട്ടിൽ പൊസിഷൻ്റെ സെൻസറിൻ്റെ വയറുകളും ഊരിയെടുക്കണം. എന്നാൽ മാത്രമേ കാർബറേറ്റർ നമുക്ക് ഊരി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാണ് TPS എന്ന് പറയുന്ന ത്രോട്ടിൽ പൊസിഷൻ സെൻസർ. നമ്മളിത് എണ്ണ ഓഫാക്കി ആ പൈപ്പ് കൂടി ഊരി മാറ്റി. അതിനുശേഷം നമ്മളിത് കാർബറേറ്റർ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഓസിനകത്തൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊരു തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഇതാണ് കാർബറേറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ചെളിയൊക്കെ ഉണ്ട്. ജെറ്റിൻ്റെ ഉള്ളിലും സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല കച്ചറ ഉണ്ട്. അതും നമ്മൾ അഴിച്ചെടുത്ത് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കാർബറേറ്ററിൻ്റെ വാക്വം പിസ്റ്റൺ വരുന്ന ഭാഗത്തെ അടപ്പാണ്. ഈ വാക്വം പിസ്റ്റൺ വരുന്ന ഭാഗത്തെ ഡയഫ്രം വരുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പൊടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ കാണുന്നുണ്ട്. ഈ കാണുന്ന പൊടികളൊക്കെ എയർ ഫിൽറ്റർ പൊടിഞ്ഞ് അതിൻ്റെ പൊടികൾ ഉള്ളിലേക്ക് കയറിയാണ്. ഈ പൊടികളൊക്കെ എയർ ഫിൽറ്റർ പൊടിഞ്ഞുള്ളിലേക്ക് കയറിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല വൃത്തിയിലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതൊക്കെ എയറൊക്കെ ഒന്ന് അടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കുന്നുണ്ട്. ഇതാണ് വാക്വം പിസ്റ്റൺ. ഇതിൻ്റെ സ്ലൈഡർ പിസ്റ്റണൊക്കെ സൈഡൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട്. കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ ഇതും നമ്മൾ മാറിയിടുന്നുണ്ട്. ശരിയായ പിക്കപ്പൊക്കെ കിട്ടണമെങ്കിൽ ഇതും മാറിയിട്ടുണ്ട്. അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ പോയ അഡാപ്റ്റർ ലീക്കേജ് ആയ അഡാപ്റ്റർ നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. പഴയ അഡാപ്റ്റർ മാറ്റി നമ്മൾ പുതിയത് ഇടുകയാണ്. ഈ വയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് കളഞ്ഞതിന് ശേഷമാണ് പുതിയത് ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിലെ വയറൊക്കെ കുറേ ഉള്ളിലോട്ടാണുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അഗ്രഭാഗം കുറച്ച് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് പുതിയ അഡാപ്റ്റർ ഇടുന്നത്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ പുതിയ അഡാപ്റ്റർ ഫിറ്റ് ചെയ്തു.
അപ്പോൾ ആ ഭാഗവും ക്ലിയറായി, എയർ ഫിൽറ്ററായി, പ്ലഗ്ഗായി, പ്ലഗ് അഡാപ്റ്ററായി. അടുത്ത സ്റ്റെപ്പായി നമ്മൾ ഇതിൻ്റെ ഓയിലൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, പൊല്യൂഷൻ ഫെയിലാവാനുള്ള മെയിൻ കാരണങ്ങളിലൊന്നാണ്. ഇതുപോലെയുള്ള ഒരു റാച്ചറ്റും ഒരു ബോക്സ് സ്പാനർ ഉപയോഗിച്ച് നമ്മൾ ഓയിൽ ഊറ്റിയെടുക്കുകയാണ്. ഡ്രെയിൻ ബോൾട്ട് ഇതാ നമ്മൾ ഊരിയെടുത്തു. ഓയിലൊക്കെ അളവൊക്കെ തീരെ കുറവാണ്. ഇത് ഓയിൽ ചെറുതായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. എന്താ കരി ഓയിലായിട്ടുണ്ട്, നല്ല കട്ടിയാണ്, അളവ് കുറവാണ്. ഇനി ഓയിൽ മൊത്തമായി വാർന്നു പോകുന്നതിന് വേണ്ടി നമുക്ക് ഈ ഓയിൽ ഒഴിക്കുന്ന ഭാഗത്തെ ഈ ക്യാപ്പ് ഒന്ന് ഊരി മാറ്റണം. ആ ക്യാപ്പൊക്കെ ഒന്ന് ഊരി മാറ്റി ആ ഓയിൽ ഒഴിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് തുണി വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പൊടിയൊക്കെ ഒന്ന് കളയണം. അതിനുശേഷം ഡ്രെയിൻ ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു ഫണൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ എൻജിൻ ഓയിൽ ഒഴിക്കുന്നത്. ഇതുപോലെ ഫണൽ വെച്ചതിന് ശേഷം ഓയിലൊഴിക്കാം. ഓയിലൊഴിച്ചതിൻ്റെ അളവ് കാണിക്കുന്നത് ഈ ഭാഗത്താണ്. 2 വരകൾ നമുക്ക് കാണാം ആ ലെൻസിൻ്റെ അടിയിലായിട്ട്. അതിൽ താഴെ കാണുന്നത് അതിൻ്റെ മിനിമം ലെവൽ ആണ്, മുകളിൽ കാണുന്ന വര മാക്സിമം ലെവൽ. അപ്പോൾ മിനിമം ലെവലിൻ്റെ താഴോട്ട് ഒരിക്കലും ഓയിൽ ലെവൽ പോകാൻ പാടില്ല. മിനിമം ലെവലിൻ്റെയും മാക്സിമം ലെവലിൻ്റെയും ഇടയിലായിട്ട് എപ്പോഴും ഓയിൽ ഉണ്ടാവണം. അതേപോലെ മാക്സിമം ലെവലിൻ്റെ മുകളിലോട്ടും ഓയിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല. ഇതുപോലെ കാണാം. വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്, നല്ല ലെവലുള്ള സ്ഥലത്ത് സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം വാഹനം ഒന്ന് കുറച്ച് ദൂരമൊക്കെ ഓടിച്ചൊന്ന് നല്ല വൃത്തിയായിട്ട് ഓൺ ചെയ്ത് പൊല്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാഹനം ഈസിയായി പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുന്നതാണ്. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.